അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹ്വിന്റെ സുജൂദിൽ, മറവിയുടെ സുജൂദിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നിസ്കാരത്തിന്റെ സുജൂദിൽ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കാറുള്ളത് അത് തന്നെയാണ് മറവിയുടെ സുജൂദിലും പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, സുബ്ഹാന റബ്ബിയൽ അലാ, ഇങ്ങനെയൊക്കെ ചൊല്ലാം. അതല്ലാതെ മറവിയുടെ സുജൂദിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ദിക്റോ പ്രാർത്ഥനയോ ഒന്നും വന്നിട്ടില്ല. ചിലരൊക്കെ മറവിയുടെ സുജൂദിൽ, സഹ്വിന്റെ സുജൂദിൽ സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു എന്ന് ചൊല്ലാറുണ്ട്. അതിന്റെ അർത്ഥത്തിന് തകരാറൊന്നുമില്ല. മറവിയും ഉറക്കമൊന്നും ഇല്ലാത്ത അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല, സ്വഹാബിമാരിൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ മറവിയുടെ സുജൂദിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ദിക്റില്ല. സാധാരണ നിസ്കാരങ്ങളിൽ സുജൂദിൽ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കാറുള്ളത് അത് തന്നെയാണ് സഹ്വിന്റെ സുജൂദിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ സുബ്ഹാനമല്ല യനാമു വലാ യസ്ഹു എന്ന പ്രാർത്ഥനയ്ക്ക് എന്തില്ല, അടിസ്ഥാനമില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തൽഖീസിൽ പറയുന്നുണ്ട്, അതിനൊരു അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. അത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. വല്ലാഹു അലം. ബാറക്കല്ലാഹു ഫീക്കും.